ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ ഒരു വേറിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അധികം ഞാൻ ഇഫ്താർ വീഡിയോ അല്ലേ ഇടാറ്, പക്ഷേ ഇന്നത്തെ ഒരു ഇഫ്താറിൻ്റെ വീഡിയോ അല്ല. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പരിസരത്തുള്ള പ്രകൃതിയിലെ ഓരോ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ പത്രമൊക്കെ ഒന്ന് വായിച്ച്, മലയാള മനോരമ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നതാണ്. 2 മക്കൾക്കും ഗിഫ്റ്റ് അയക്കാണ്ട് വന്നതേനു മലയാള മനോരമ കേട്ടോ. അപ്പം അങ്ങനെ പത്രമൊക്കെ ഒന്ന് വായിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്നത് മുരിങ്ങാക്കായാണ് കേട്ടോ. മുരിങ്ങമരമാണ്, വലിയ മുരിങ്ങമരമാണ്. പുറത്ത് അത്യാവശ്യം അങ്ങനെ മഴക്കാറ് മൂടിയോണ്ടാണ് ഇങ്ങനെ കുറച്ച് ഡാർക്കായി നിൽക്കുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം മുരിങ്ങക്കായൊക്കെ ഉണ്ട്. നമുക്ക് അറക്കാൻ കഴിയില്ല, കുറേ മുകളിലാണെന്നുള്ളൂ. പിന്നെ നോമ്പല്ലേ. പിന്നെ ഇത് കാണുന്ന പ്ലാവാണ്. ചക്കയൊക്കെ പൊട്ടി ഇടിച്ചക്കയും അതിൻ്റെ മുകൾക്കുള്ള ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചക്ക ഇല്ലാത്ത ആളുകൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ചില ഭാഗത്തും ടൗണിലൊക്കെ താമസിക്കുന്നവർക്കും ചക്ക ഉണ്ടാവില്ല, ചക്കക്കൊക്കെ ഭയങ്കര ക്ഷാമല്ലേ. പിന്നെ ഇത് പേരക്കൻ്റെ മരമായിട്ട്, ഇതൊക്കെ നമ്മളെ വീടിൻ്റെ പരിസരത്തുള്ള ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പേരക്കൻ്റെ സീസണല്ല, പക്ഷെ നല്ല വലിയ പേരക്ക ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈനാമ്പഴം, ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല, ഞങ്ങളവിടെ ഈനാമ്പഴം എന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു ഈനാമ്പഴം രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഈ മരത്തിൽ ഇപ്പോൾ പഴുത്ത് ഏകദേശം സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അറക്കണം. അപ്പോൾ അതാദ്യം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാ കേട്ടോ. ഞാൻ തന്നെയാണ് അറക്കണതും വീഡിയോ എടുക്കണമൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് കുറഞ്ഞതിലേ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ. കാരണം എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഈ കാണുന്ന തോട്ടിയാണ് കേട്ടോ. ഈ തോട്ടി ഉപയോഗിച്ച് വേണം നമുക്ക് ഈനാമ്പഴത്തിന് അറക്കാൻ. അപ്പോൾ ഇത് വലിയ തോട്ടിയാണ്, എൻ്റെ കയ്യിൽ ഒതുങ്ങണമല്ല, എനിക്കത് വഴങ്ങൂല. പക്ഷേ എങ്ങനെയൊക്കെയൊക്കെ ഒപ്പിച്ച് ഞാനത് പറിച്ചെടുക്കുകയാണ് ഗൈസ്. ചില വർഷങ്ങളിലൊക്കെ നന്നായിട്ട് ഈനാമ്പഴം ഉണ്ടാകലുണ്ട്. ഇപ്രാവശ്യം ഒരു പാകത്തിനുള്ളൂ. നമ്മളിനിപ്പോൾ ഇന്ന് ഈ പഴം അറുത്തിട്ടില്ലെങ്കിലും നാളേക്ക് ഇത് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഏകദേശം ആകണം കേട്ടോ. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അറുത്തില്ലെങ്കിൽ അത് വവ്വാൽ കൊണ്ടുപോകും. ഭയങ്കര രാത്രിയൊക്കെ അയിമ ഉണ്ട്, ഈനാമ്പഴ മരത്തുമുണ്ട്, നമുക്ക് നല്ല മനസ്സിലാക്കും. അതിൻ്റെ ചിറകടിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. അപ്പം അങ്ങനെയൊക്കെ കഷ്ടിച്ച് ഞാനിത് അറുത്തു. അങ്ങനെ 2 അറുത്തു. ഞാൻ ഒന്ന് ആ ഭാഗത്തും പാടിയുണ്ട്, ഫ്രണ്ട് ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലും ഒന്നും ചേർക്കാതെ നമ്മളെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. ഭയങ്കര ഹെൽത്തിയായ നല്ലതാണ് കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ. നല്ല ടേസ്റ്റും ഉണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. ഞാൻ വെറുതെ തള്ളല്ല. അപ്പോൾ ഇത് ഇന്നാളിപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പം 1-2 ആൾക്കാർ കമൻറ്റ് ചോദിച്ചിന് എനിക്ക് തരുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്ത്. അപ്പോൾ അങ്ങനെ എത്രയോ ആൾക്കാർക്ക് ഇത് കിട്ടാത്തൊരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.